നമസ്കാരം. നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാരിച്ചൻ എന്ന പൗരൻ സിനിമയിലെ ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ടി.കെ. പരീക്കുട്ടി നിർമ്മിച്ച ചിത്രമാണ് രാരിച്ചൻ എന്ന പൗരൻ. ദേശീയ പുരസ്കാരത്തിന് അർഹമായ നീലക്കുയിൽ എന്ന ചിത്രത്തിനു ശേഷം അദ്ദേഹം നിർമ്മിച്ച രണ്ടാമത്തെ ചിത്രമാണിത്. മനുഷ്യരുടെ ദുരിതപൂർണമായ കഥയായിരുന്നു ഈ ചിത്രത്തിന്റേത്. മതമൈത്രിയെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച മലയാളത്തിലെ ആദ്യത്തെ ചിത്രമായിരുന്നു ഇത്. ഇന്നും എന്നും ഈ ചിത്രത്തിന്റെ പ്രമേയം പ്രസക്തം തന്നെയാണ്. നീലക്കുയിൽ പോലെ സാധാരണ മനുഷ്യരുടെ കഥയുള്ള ചിത്രമായിരിക്കണം തന്റെ രണ്ടാമത്തെ ചിത്രമായ രാരിച്ചൻ എന്ന പൗരൻ എന്ന നിർമ്മാതാവായിരുന്ന ടി.കെ. പരീക്കുട്ടിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീലക്കുയിലിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചിരുന്നവരെ തന്നെ ഈ ചിത്രത്തിന്റെ നിർമ്മാണ ചുമതല നൽകുകയായിരുന്നു. നീലക്കുയിലിന്റെ കഥാകൃത്തായ ഉറൂബായിരുന്നു ഈ ചിത്രത്തിനു വേണ്ടി കഥയും സംഭാഷണവും തിരക്കഥയും രചിച്ചിരുന്നത്. തന്റെ പ്രസിദ്ധമായ ഉമ്മാച്ചു എന്ന നോവലിലെ ഒരു ഭാഗത്ത് രാരിച്ചൻ എന്ന പയ്യന്റെ കഥ ഉറൂബ് വിവരിച്ചിരുന്നു. ആ കഥ വിപുലീകരിച്ചാണ് ഈ ചിത്രത്തിനു വേണ്ടി ഉറൂബ് രചന നടത്തിയത്. ചിത്രത്തിന്റെ ആരംഭത്തിൽ സംവിധായകനായ രാമു കാര്യാട്ട് ഒരു വക്കീലിന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇവൻ ആര്, ഇവർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്ന ഒരു രംഗം ഫ്രീസായി നിൽക്കുന്ന ഒരു ഭാഗത്തിൽ നിന്നാണ് ചിത്രത്തിന്റെ തുടക്കം. മലയാള സിനിമയിലെ പുതുമയുള്ള ഒരു ആരംഭമായിരുന്നു ഈ രംഗം. പിന്നീട് ആരും മലയാള സിനിമയിൽ ഇത്തരത്തിലൊരു തുടക്കത്തിന് ശ്രമിച്ചിട്ടുമില്ല. അതുപോലെ നീലക്കുയിലിനെ പോലെയുള്ള ഒരു നാടൻ ശീലിലുള്ള ഇമ്പമേറിയ ഗാനങ്ങളായിരുന്നു ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. പ്രത്യേകിച്ച് നാഴൂരി പാലുകൊണ്ട്, പൂമുറ്റത്തൊരു മുല്ല വിരിഞ്ഞു തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ ചുണ്ടിലുണ്ട്. രാരിച്ചൻ എന്ന ഒരു ബാലനാണ് ഈ ചിത്രത്തിലെ നായകൻ. ന്യൂസ് പേപ്പർ ബോയും പ്രഹ്ലാദയും കഴിഞ്ഞൊരു ബാലനെ നായകനാക്കി നിർമ്മിച്ച ചിത്രമായിരുന്നു രാരിച്ചൻ എന്ന പൗരൻ. നാട്ടിൻപുറത്ത് ഓയിൽ മില്ല് വന്നതോടെ എണ്ണച്ചക്ക് കൊണ്ട് ജീവിതം പുലർത്തിയിരുന്ന ചോഴിയുടെ കുടുംബം കഷ്ടത്തിലായി. സ്വന്തം കുടിലും ജന്മി കൈവശപ്പെടുത്തിയപ്പോൾ ചോഴി ജന്മിയെ കൊന്നു. അയാൾക്ക് വധശിക്ഷ ഏൽക്കേണ്ടി വന്നു. ഭാര്യ നാരായണി ഭ്രാന്ത് പിടിച്ച് താമസിയാതെ മരിക്കുകയും ചെയ്തപ്പോൾ മകനായ രാരിച്ചൻ എന്ന പയ്യന് ആരും തുണയില്ലാതായി. അനുജൻ കുട്ടിരാമനും മരിച്ചപ്പോൾ രാരിച്ചന് മുൻപിൽ ജീവിതം വഴിമുട്ടി. ചായക്കടക്കാരി ബിയാത്തുമ്മ രാരിച്ചനെ മകനെ പോലെ കരുതി. ബിയാത്തുമ്മയുടെ മകൾ ഖദീജയ്ക്ക് അയൽപ്പക്കത്തെ സെയ്താലിയുടെ മകൻ മുഹമ്മദ് അലിയെ ഇഷ്ടമാണ്. പക്ഷേ സെയ്തലവിക്ക് ഒരു ചായക്കടക്കാരിയുടെ മകളെ മകൻ സ്നേഹിക്കുന്നത് അത്ര ഇഷ്ടമല്ല. ശവപ്പെട്ടി വിൽപ്പനക്കാരനായ കറിയാച്ചന്റെ മകൾ അന്നമ്മയ്ക്ക് മുഹമ്മദ് അലിയോട് നിശബ്ദ പ്രണയമുണ്ട്. കറിയാച്ചനാവട്ടെ മണവാളൻ എന്ന വിഡ്ഢിക്ക് അന്നമ്മയെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറായി. ഖദീജയ്ക്കാവട്ടെ 5 കെട്ടി 4 മൊഴി ചൊല്ലിയ ഹൈദ്രോസാജിയെയാണ് വരനായി കണ്ടുപിടിക്കുന്നത്. ഖദീജ ഇതിന് വഴിപ്പെട്ടില്ല. 300 രൂപ സ്ത്രീധനം കിട്ടിയാൽ മാത്രമേ മുഹമ്മദ് അലിക്ക് ഖദീജയെ കിട്ടുകയുള്ളൂ എന്ന് സെയ്തലവി തീർത്തു പറഞ്ഞപ്പോൾ ബിയാത്തുമ്മ പരിഭ്രാന്തിയിലായി. സഹതാപാർദ്രനായ രാരിച്ചൻ ആ തുക പെട്ടെന്ന് ബിയാത്തുമ്മയെ ഏൽപ്പിച്ചു. ഖദീജയെ മുഹമ്മദ് അലി കല്യാണം കഴിച്ചു. അമ്മ കുഴിച്ചിട്ടിരുന്ന പണം എന്നാണ് രാരിച്ചൻ ബിയാത്തുമ്മയോട് പറഞ്ഞത്. വാസ്തവത്തിൽ ജന്മിയുടെ കാര്യസ്ഥന്റെ പോക്കറ്റ് അടിച്ചാണ് അവൻ ആ തുക ഉണ്ടാക്കിയത്. കൂട്ടുകാരൻ ശങ്കരനെയാണ് പോലീസ് പിടിച്ചത്. അവന്റെ മുറവിളി സഹിക്കാനാവാത്തപ്പോൾ രാജിച്ചൻ കുറ്റം ഏറ്റു പറഞ്ഞു. സത്യാവസ്ഥ അറിഞ്ഞ മുഹമ്മദ് അലി പണം തിരികെ കൊടുത്തുവെങ്കിലും കോടതി രാരിച്ചനെ ശിക്ഷിക്കുകയാണ് ഉണ്ടായത്. സാഹചര്യങ്ങൾ കുറ്റവാളിയാക്കിയ രാരിച്ചൻ എന്ന പയ്യൻ ഒരു പൗരനായി മാറുന്നത് ദുർഗുണ പരിഹാരശാലയുടെ ഇരുമ്പഴിക്കുള്ളിലാണ്. ഇതോടെയാണ് ചിത്രം അവസാനിക്കുന്നത്. നീലക്കുയിൽ പോലെ ചിത്രം വിജയിക്കാത്തതിന്റെ കാരണം ഒരുപക്ഷെ ഒരു പയ്യനെ കഥാനായകനാക്കിയത് കൊണ്ടായിരിക്കാം. കൂടാതെ പ്രസിദ്ധരായ താരങ്ങൾ ആരും തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല.